ടാറ്റ ലൈനപ്പിലെ എൻട്രി ലെവൽ ഹാച്ച് ബാക്ക് ആയ ടാറ്റ ടിയാഗോ ഫേസ് ലിഫ്റ്റാണ് നമ്മളെ കൂടെ ഉള്ളത്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും എന്തൊക്കെ ഫീച്ചേഴ്സ് ഫേസ് ലിഫ്റ്റിൽ വന്നാൽ ജസ്റ്റ് നോക്കിയിട്ട് വരാം. എല്ലാവർക്കും നമ്മൾ പുതിയതിലേക്ക് ഹൃദയമായ സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ പറഞ്ഞ ടാറ്റ ടിയാഗോ ഒരു ഹാച്ച് ബാക്ക് മോഡൽ. ശരിക്കും അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സോടെയാണ് ടാറ്റ ടിയാഗോ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ വന്നുള്ളത്. ഒരു എൻട്രി ലെവൽ ഹാച്ച് ബാക്ക് എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നൊരു മോഡലാണ് ടാറ്റ ടിയാഗോ ഒരു ഫേസ് ലിഫ്റ്റിൽ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഭയങ്കര ഒരു കണ്ടാൽ തന്നെ ഒരു ക്യൂട്ടുള്ളൊരു മോഡലിംഗ് കൊണ്ട് ടാറ്റ ടിയാഗോ എന്ന് പറയുന്നത്. വണ്ടിയുടെ ഫ്രണ്ട് പ്രൊഫൈൽ ടാറ്റയുടെ വലിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അതും ഒരു പ്രീമിയം ഫീൽ നമുക്ക് ലോഗോ ആണ് സാധിക്കുന്നത്. അതിന് ചുറ്റും ഒരു പിയാനോ ബ്ലാക്ക് ഗ്രിൽ യൂണിറ്റ് കൊടുത്താൽ നല്ലൊരു അട്രാക്ഷൻ ഫീൽ ലഭിക്കുന്നുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ വരുന്നത്. നമ്മളൊരു ഹെഡ് ലാമ്പ് സെക്ഷൻ നോക്കണേ, LED ലാംപ്സാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ഹെഡ് ലാമ്പിൽ കയറുന്നൊക്കെ രീതിയിലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. താഴെ ഫോഗ് ലാമ്പ് യൂണിറ്റ് കൊടുക്കും. ഫോഗ് ലാമ്പ് ആക്സസറീസ് ആയിട്ട് ചെയ്യണം. ഇതാണ് DRL ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു എലമെൻറ്റ് എന്ന് പറയുന്നത്. താഴെ ബമ്പർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതും ബോഡി കാർഡായിട്ടുണ്ട് ബമ്പർ യൂണിറ്റ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പർ ഗില്ലും ലോവർ ഗില്ലും ബ്ലാക്ക് ഔട്ടിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഇതാണ് ഇതിനൊരു ഫ്രണ്ട് പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. ബോണറ്റിലും നമുക്ക് ക്യാരക്ടർ ലൈൻസ് കാണാൻ സാധിക്കും. ഇത്രയും ഒരു അട്രാക്ഷൻ ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ഒരു ഫ്രണ്ട് പ്രൊഫൈൽ ഡിസൈൻ. നമ്മൾ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുമ്പോൾ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത് ആ ഒരു വീൽസിനെ കുറിച്ചാണ്. 15 വീലാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതും ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. 4 സ്പോക്ക് ടാറ്റ ലോഗോ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഈ ഒരു അലോയ് പാറ്റേൺ കാണുമ്പോൾ ഇത് EV ഫീൽ ലഭിക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ. കാരണം ഇതിൻ്റെ ഒരു EV അവൈലബിൾ ആണ്. അതിൻ്റെ കാരണമാണ് ഒരു EV ഫീൽ ലഭിക്കുന്നത്. സൈഡ് വ്യൂ മിറർ കൊടുത്തിട്ടുണ്ട്. 10 ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്താലും ഭയങ്കര ഒരു പ്രീമിയം ഫീൽ ലഭിക്കുന്നുണ്ട് ആ ഒരു മിറേഴ്സ് കാണുമ്പോൾ തന്നെ. നമുക്ക് അതുപോലെ തന്നെ സൈഡ് പ്രൊഫൈൽ നമുക്കൊരു ക്യൂട്ട്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് കാണുമ്പോൾ തന്നെ. കണ്ടോ, എല്ലാവർക്കും തോന്നിപ്പോവും ഒരു ക്യൂട്ടായിട്ടുള്ള രൂപത്തിലാണ് ഒരു വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല ഈ ഒരു ഡോർ ഹാൻഡിൽ അവിടെ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ സെക്കൻഡ് റോ ഡോർ ഹാൻഡിലും ആ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓവറോൾ ഇതിനൊരു സൈഡ് പ്രൊഫൈൽ വരുന്നത്. ഫ്രണ്ടിൽ പറയുന്ന സെയിം വീലാണ് ബാക്കിലും കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ഡ്രം ബ്രേക്സാണ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. 4 സ്പോക്ക് വീൽസ് ഉണ്ട് തന്നെ ബാക്കിലും വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഓവറോൾ ഇതാണ് ഇതിനൊരു ബാക്ക് പ്രൊഫൈൽ വരുന്നത്. ബാക്കിൽ മെയിനായിട്ട് പറയാനുള്ള ഒരു ടെയിൽ ലാംപ്സിനെ കുറിച്ചാണ്. കണ്ടോ, ഇതാണ് ടെയിൽ ലാമ്പ് വന്നത്. ടെയിൽ ലാമ്പ് നമ്മൾ ബോർഡിലോട്ട് കയറുന്നൊക്കെ രീതിയിലാണ് ടെയിൽ ലാമ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ടാറ്റ വലിയൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ടിയാഗോ എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ വന്നിട്ടുണ്ട്. ടിഫോക്ക് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പ്, ഷാർപ്പിൻ ആൻഡ്. നമ്മൾ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുമ്പോൾ കീ ഇൻസേർട്ട് ചെയ്തോടാണ് ബൂട്ട് സ്പേസ് ഓപ്പൺ ആക്കാനുള്ളത്. അതായത് ബൂട്ട് ലിറ്റ് ഓപ്പൺ ആക്കണമെങ്കിൽ ബൂട്ട് സ്പേസ് നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം വലിയൊരു ബൂട്ട് കപ്പാസിറ്റിയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. പാർസൽ ട്രേ വന്നിട്ടുണ്ട്. അതിന് ഇവിടെ സ്റ്റോറേജ് സ്പേസ് 3 kg വെക്കാൻ ഒരു ഹുക്കും കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെയാണ് ടൂൾ കിറ്റ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഹിഡൻ ആക്കിയിട്ടാണ് ടൂൾ കിറ്റ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെയാണ് സ്പെയർ വീല് ടൂൾ കിറ്റ് കാണുമ്പോൾ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. സ്പെയർ വീൽ സ്റ്റീൽ വീൽസാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. മേലിന് ക്ലോസ് ചെയ്യണ ഡോർ ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത്. ടെയിൽ ഗേറ്റ് ബിൽഡ് ക്വാളിറ്റിയാണ് നമുക്ക് ആ ഒരു സൗണ്ടിൽ തന്നെ മനസ്സിലാക്കും ടാറ്റയുടെ ഒരു ബിൽഡ് ക്വാളിറ്റി എങ്ങനെയുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് ഡോർ പാഡ് തുടങ്ങാം. ഒരു 90 ഡിഗ്രി ഓപ്പൺ ഒരു ഡോർ പാഡാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഡോർ സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഡോർ ലോക്ക് അൺലോക്ക് കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പവർ വിൻഡോ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. മാനുവലി അഡ്ജസ്റ്റ് ചെയ്യണ മിറേഴ്സാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ച് സ്റ്റോറേജ് സ്പേസും അതുകൊണ്ടുണ്ട്. ഒരു സ്പീക്കർ യൂണിറ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. മാനുവലി സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. മാനുവലി ഒരു കീ ആണ് ഈ വാഹനത്തിൽ കൊടുത്തുള്ളത്. പുഷ്പട്ട സ്റ്റാർട്ട് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടില്ല. നമ്മളിന്ന് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് മെയിൻ ഹൈലൈറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്റ്റിയറിംഗ് വീലാണ്. ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് എന്ന് പറയും. 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ അതിൽ വന്നിട്ടുള്ളത്. ഇല്ലുമിനേറ്റഡ് സ്റ്റിയറിംഗ് വീല്. സ്റ്റിയറിംഗ് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ഇത് മീഡിയ കൺട്രോൾ ബട്ടൺസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ക്ലസ്റ്റർ കൺട്രോൾ ബട്ടൺസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പ്രീമിയം ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ഒരു ക്ലസ്റ്റർ യൂണിറ്റ് ഡിസൈൻ ചെയ്തത്. RPM മീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പീഡോമീറ്ററും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് കൺട്രോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. വൈപ്പ് കൺട്രോൾസ് ഇവിടെയാണ് കാണാൻ സാധിക്കും. നേരെ സെൻട്രൽ കൺസോൾ നോക്കേണ്ടി. ഇൻഫോടൈം സിസ്റ്റം അത്യാവശ്യം നല്ല കണ്ടിന്യൂറ്റി ഫീച്ചേഴ്സ് ഒരു ഇൻഫോടൈം സിസ്റ്റമാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേ എന്നീ എല്ലാ കണ്ടിന്യൂറ്റി ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ടിയാഗോ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഹസാർഡ് ലാമ്പ്, കുറച്ച് ഡെമ്മി സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഒരു USB പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 വാട്ട് ചാർജിങ് സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഗിയർ ലിവറാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ AMD ഗിയർ ബോക്സിയും അതിൽ വന്നിട്ടുള്ളത്. മേലിൽ ഹാൻഡ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. കുറച്ച് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഗ്ലൗ ബോക്സ് ഇതിലും അത്യാവശ്യം നല്ല പേപ്പേഴ്സ് കാര്യങ്ങൾ വെക്കാനുള്ള ഒരു ഗ്ലൗ ബോക്സാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. മാനുവലി ഡിം ചെയ്യണ റിയോ മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. സൺറൈസ്,
ഒരു പോക്കറ്റ് ഹോൾഡർ വന്നിട്ടുണ്ട്, പാസഞ്ചർ മിറർ വന്നിട്ടുണ്ട്. എന്നീ ഫീച്ചേഴ്സാണ് ഇതിൻ്റെ ഇൻ്റർനെ കുറിച്ച് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് റോ ജസ്റ്റ് കണ്ടു തരാം. ഇതാണ് കീ വന്നുള്ളത്. കീയിൽ അൺലോക്ക് ചെയ്യാനും ലോക്ക് ചെയ്യാനും പിന്നെ ഹെഡ്ലൈറ്റ് ഓൺ ആക്കുള്ള ഫീച്ചേഴ്സാണ് ഇതിലൊക്കെ കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് റോ കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് അല്ല സെക്കൻഡ് റോ ആണ് തോന്നും. അത്യാവശ്യം നല്ലൊരു സ്പേസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാണുമ്പോൾ തന്നെ. ഇരുന്ന് കഴിഞ്ഞാലും നല്ല രീതിയിൽ സ്പേസ് ലഭിക്കും. ഞാൻ സീറ്റ് ഇപ്പോൾ ഇട്ടുള്ള എൻ്റെ പൊസിഷനിലാണ്, ഡ്രൈവിംഗ് പൊസിഷനിൽ ഇപ്പോൾ സീറ്റ് ഉള്ളത്. എന്നിട്ടും എനിക്ക് ഇത്രയും ലെഗ് റൂമി ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. ചെറിയൊരു സെൻട്രൽ ടണലും വന്നിട്ട് എന്നീ ഫീച്ചേഴ്സ് ഉണ്ട് സെക്കൻഡ് റോയിൽ വന്നത്. അതിൽ റൂഫ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്, ഒരു LED ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു എൻട്രി ലെവൽ മോഡലായാലും അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട്. ടാറ്റ ടിയാഗോൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത്, അഥവാ അതിൻ്റെ ഹൃദയത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് 1.2 ലിറ്റർ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തത്. ഏകദേശം 88 bhp പവറും 113 Nm ടോർക്കാണ് ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു പെർഫിക്കസ് എന്നൊരു എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. അത് മാത്രമല്ല CNG ഓട്ടോമാറ്റിക് മാത്രം വരുന്നുണ്ട്. CNG ഓട്ടോമാറ്റിക് കൂടി അവൈലബിൾ ആണ് ഒരു ടാറ്റ ടിയാഗോയിൽ. അതൊരു പ്ലസ് പോയിന്റ് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻസ്റ്റലേഷൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് വണ്ടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം ഈ ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ട് തന്നെ. അതിൻ്റെ സസ്പെൻഷൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഗൈസ് ഫൈനലി നമ്മൾ ടാറ്റ ടിയാഗോ ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ പോവാണ്. ഇത് AMT ട്രാൻസ്മിഷൻ വരുന്നപ്പോൾ ട്രാൻസ്മിഷൻ കാണിച്ചു തരാം. റിവേഴ്സ്, ന്യൂട്രൽ, പിന്നെ ഒരു A പറഞ്ഞ പൊസിഷനോട് കൊടുത്തില്ല. എന്ന് പറയുമ്പോൾ ഡ്രൈവ് മോഡാണ്. ജസ്റ്റ് ബാക്കിലോട്ട് പ്രസ് ചെയ്യാതെ തന്നെ ഹാൻഡ് ബ്രേക്ക് എത്താം, വണ്ടി എടുക്കാം. ഭയങ്കര ഒരു സ്മൂത്താണ് ഇതിൻ്റെ ഗിയർ ബോക്സ് വരുന്നത്. AMT കാരണം പെട്ടെന്ന് ലാഗ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. ടാറ്റയുടെ സസ്പെൻഷൻ നമുക്ക് സമ്മതിക്കണം. കാരണം ഇത്രയും മോശപ്പെട്ട റോഡിൽ പോകുമ്പോൾ തന്നെ നല്ലൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. മഴ പെയ്യുന്നുണ്ടെങ്കിലും അതോടൊപ്പം നമ്മളൊരു ചളിയുള്ളൊരു സ്പോട്ടിൽ കൂടെയാണ് പോകുന്നത്. എന്നിട്ടും ഇത്രയും ഒരു കംഫർട്ട് ലഭിക്കുന്നുണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ. വൈകാതെ ഇതിൻ്റെ ഓൺ റോഡ് എക്സ്പീരിയൻസ് നമ്മുടെ ചാനലിൽ വരുന്നതാണ്. ഓൺ റോഡ് ഡ്രൈവുമ്പോൾ എങ്ങനെയാണ് എക്സ്പീരിയൻസ് എന്നൊക്കെ നമ്മൾ ചാനലിൽ വീഡിയോ വരുന്നതാണ്. പിന്നെ ഇതിൽ റിവേഴ്സ് ക്യാമറ കണ്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി റിവേഴ്സ് ക്യാമറയാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഒരു മഴ പെയ്യുന്നുണ്ട് ഇവിടെ. കണ്ടോ സസ്പെൻഷൻ കൊണ്ട് നോക്കിട്ടാ. അപ്പോൾ നമ്മളൊരു മോശപ്പെട്ട റോട്ടിൽ കൂടെ പോകണം, എന്നിട്ടും ഭയങ്കര ഒരു കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് വാഹനത്തിൻ്റെ അകത്ത് തന്നെ. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും വാഹനം ടെസ്റ്റ് ഡ്രൈവ് അടിക്കാനാണെങ്കിലും എന്തിനായാലും ഹൈസെൻസ് മോട്ടോഴ്സിനുമായിട്ട് ബന്ധപ്പെടുക. തൃശ്ശൂരുള്ള ബുക്കിംഗ് ആണെങ്കിലും അവരെ കോൺടാക്ട് ചെയ്യുക. നല്ല രീതിയിലൊരു സർവീസുള്ളൊരു ഡീലർഷിപ്പും കൂടിയാണ് ഹൈസെൻസ് മോട്ടോഴ്സ് അറിയാറ്. ഭയങ്കര ഒരു കംഫർട്ടോ സ്റ്റിയറിംഗ് വീല് നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ ടാറ്റ ടിയാഗോയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് മാത്രമല്ല ടെസ്റ്റ് ഡ്രൈവ് ആണെങ്കിലും എന്തായാലും ഹൈസെൻസ് മോട്ടോഴ്സുമായി ബന്ധപ്പെടുക. അവരുടെ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസിന് അവരെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ചെറിയൊരു ബ്രേക്ക്.